മുഖ്യമന്ത്രി ചോദ്യമുനയിലേക്കോ എന്നാണ് ചോദ്യം. സുനിൽ, ഇപ്പോൾ നിരവധി കാര്യങ്ങളായി PM ശ്രീ തൊട്ട് കുറേ വിഷയങ്ങൾ, ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ, അത് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ അതാ പാർട്ടിക്കകത്തു നിന്ന് തന്നെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് തോന്നുന്നത്? അദ്ദേഹം ഒറ്റപ്പെടുകയാണോ അതോ അദ്ദേഹത്തിന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്? നമുക്ക് ഈ സർക്കാർ അധികാരത്തിലെത്തി 1 മാസം പിന്നിടുന്നതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയണം എന്നുള്ള ആവശ്യം ഇപ്പോൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുകയാണ്. ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്ന സാധാരണ ഒരു നേതാവല്ല, AICC ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാകാര്യ സെക്രട്ടറിയാണ്, KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ ഇന്ന് കേരളത്തിൽ വന്നതെന്ന് പറയുകയാണ്, കോൺഗ്രസിനൊരു പോളിസിയുണ്ട്, കോൺഗ്രസിനൊരു നയമുണ്ട്, UDFിനൊരു നയമുണ്ട്. ആ നയം അനുസരിച്ച് മാത്രമായിരിക്കും ഈ സർക്കാർ മുന്നോട്ട് പോവുക. ആ നയത്തിൽ എന്തെങ്കിലും വ്യതിയാനമുണ്ടായാൽ അക്കാര്യം കോൺഗ്രസ് ചർച്ച ചെയ്യും, ഇക്കാര്യത്തിൽ വേണ്ട തീരുമാനമെടുക്കും. നയം ലംഘിച്ചുകൊണ്ട് ഒരു സർക്കാരിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് KC വേണുഗോപാൽ ഇന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടി പറയുകയാണ്. അത് കൃത്യമായി VD സതീശനൊരു സന്ദേശമാണ്. എങ്ങനെയാണ് VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായത്? VD സതീശൻ ഹൈക്കമാൻഡിൻ്റെ ചോയ്സേ ആയിരുന്നില്ല. കേരളത്തിൽ ഹൈക്കമാൻഡിൻ്റെ ചോയ്സേ ആയിരുന്നില്ല കേരളത്തിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നത്. വലിയ വിവാദമായിരുന്നു ആരെ മുഖ്യമന്ത്രിയാക്കണം എന്നതിനെ ചൊല്ലി. KC വേണുഗോപാൽ എന്നൊരാളെ ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്നുള്ളൊരു സൂചന വന്നതോടുകൂടി വലിയ പ്രതിഷേധമായിരുന്നു. അന്ന് മുസ്ലിം ലീഗൊക്കെ തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തിറങ്ങി. ഡൽഹിയിലെ കേരള ഹൗസിൽ വരെ VD സതീശന് വേണ്ടി മുദ്രാവാക്യം മുഴക്കി ഒരുപാട് ആളുകൾ എത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ് ഹൈക്കമാൻഡ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നത്. അപ്പോൾ അറിയാലോ, പാർട്ടിയുടെ പിന്തുണ VD സതീശനില്ല. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ ശക്തമായ പിന്തുണ ഉണ്ട് താനും. പക്ഷേ ഇപ്പോൾ നോക്കൂ, 1 മാസത്തിനകത്ത് VD സതീശൻ എടുത്തിട്ടുള്ള 1, 2, 3 തീരുമാനങ്ങൾ കൊണ്ട് ഇവിടെ ലീഗിന് പോലും അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരികയാണ്. ലീഗിനകത്ത് വരെ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 1 PM ശ്രീ, 2 വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച തീരുമാനം. ഇതിലൊക്കെ തന്നെ ഒരു കൂട്ടായ തീരുമാനം ഉണ്ടായിട്ടില്ല എന്നതാണ്. കോൺഗ്രസിന് കേരളത്തിൽ എത്ര സീറ്റുണ്ട്? 63 സീറ്റേ ഉള്ളൂ. കോൺഗ്രസിന് കേരളത്തിൽ 63 സീറ്റേ ഉള്ളൂ. UDF ആണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനപ്പെട്ട നയപരമായൊരു തീരുമാനമെടുക്കുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം നടത്തണം. മുഖ്യമന്ത്രിക്ക് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ കഴിയില്ല. ഇന്ന് KC വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസിന് ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ചില നിലപാടുകളുണ്ട്. ആ നിലപാട് ലംഘിച്ച് മുന്നോട്ട് പോകാൻ VD സതീശന് ഒരു അവകാശവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് VD സതീശൻ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ഇങ്ങനെ ഏകപക്ഷീയമായ ചില നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നത്? അതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം. അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ളതാണ്. ആ ചോദ്യമുനകൾക്ക് മുന്നിലാണ് VD സതീശൻ ഉള്ളത്. എന്തുകൊണ്ടാണ് PM ശ്രീ നടപ്പാക്കണം എന്ന കാര്യത്തിൽ VD സതീശൻ വാശി പിടിക്കുന്നത്? PM ശ്രീ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സർക്കാർ അധികാരത്തിലെത്തിയതെന്ന്. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്, ഏതു വിധേനയും PM ശ്രീ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ശക്തമായി പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നത്. അങ്ങനെ ഒരു സർക്കാർ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ PM ശ്രീയുമായി മുന്നോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്നത്? എന്ത് വന്നാലും അതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഈ സർക്കാരിനുണ്ടാകണമെന്ന്. രാഷ്ട്രീയമായി സർക്കാർ അതിനെ നേരിട്ട് മുന്നോട്ട് പോകണം. അതാണ് നിലപാട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഷയമാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ച തീരുമാനം. നികുതി നിശ്ചയിച്ചു എന്ന് മാത്രമല്ല, അത് കുറച്ച് നിശ്ചയിച്ചു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്താണ് പറഞ്ഞത്? ഒരു കാരണവശാലും അത് അംഗീകരിക്കില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിക്കുക എന്ന് പറയുന്നത് വലിയ അഴിമതിയാണ്. പറഞ്ഞത് VD സതീശനാണ്, പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി എത്തുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ വാക്ക് അതേപോലെ വിഴുങ്ങി ഈ തീരുമാനമെടുക്കാൻ സാധിക്കുന്നത്? അവിടെ നിങ്ങൾ എന്ത് ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? അപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് നിങ്ങൾ കുറേ വാഗ്ദാനങ്ങൾ നൽകി. കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു, LDF സർക്കാർ ചെയ്യുന്നതൊന്നും ശരിയല്ല, അത് തെറ്റാണ്, അത് നയപരമായി തെറ്റാണ്, അത് രാഷ്ട്രീയപരമായി പിഴവാണ് എന്നൊക്കെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞു. അത് വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ UDF വോട്ട് ചെയ്തു, കോൺഗ്രസ് വോട്ട് ചെയ്തു, VD സതീശനൊപ്പം നിന്നു. VD സതീശൻ മുഖ്യമന്ത്രിയായി. അപ്പോൾ LDF നടപ്പാക്കിയ അതേ നയം, അതേ തീരുമാനം, ഈ തെറ്റാണ് എന്ന് പറഞ്ഞ അതേ തീരുമാനം ഇപ്പോഴെങ്ങനെയാണ് VD സതീശന് നടപ്പാക്കാൻ കഴിയുക?
ഇപ്പോൾ മണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യം, കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കാര്യം, ഇക്കാര്യത്തിലൊക്കെ തന്നെ വലിയ പ്രതിഷേധമുയർത്തിയ പാർട്ടിയാണെന്ന് കോൺഗ്രസ്. അതിനൊക്കെ തന്നെ ഇപ്പോൾ VM സുധീറിനെ പോലുള്ള ആളുകളൊക്കെ തന്നെ എത്ര കാലമായി സമരം നടത്തുന്നതാണ്, എത്ര കാലമായി വിമർശനം ഉന്നയിക്കുന്നതാണ്. അപ്പോൾ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ സർക്കാരിനെ 10 വർഷക്കാലം ശക്തമായി നേരിട്ടുകൊണ്ടിരുന്ന UDF അധികാരത്തിൽ വരുമ്പോൾ ആ രാഷ്ട്രീയ നിലപാടുകളിൽ നിങ്ങൾ വെള്ളം ചേർക്കുന്നു. ആ രാഷ്ട്രീയ നിലപാടുകൾ മറന്നുകൊണ്ട് ഓരോ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. VD സതീശനെ നമുക്കറിയാം, 2016 കാലത്ത് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ വലിയ അഴിമതി ആരോപണങ്ങൾ നേരിട്ടപ്പോൾ അന്ന് കോൺഗ്രസിലെ ഒരു തിരുത്തൽ വാദി എന്ന പ്രതിച്ഛായയുമായി രംഗത്ത് വന്ന MLA ആണ് VD സതീശൻ. ഹരിത MLA, തിരുത്തൽവാദി MLA. അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അഴിമതിയുടെ തണലിൽ മുന്നോട്ട് പോകുന്ന സർക്കാരാണ് ഈ സർക്കാർ എന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ വിളിച്ച അന്നത്തെ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു VD സതീശൻ എന്ന് പറയുന്നത്. മാത്രമല്ല KM മാണിക്കെതിരെ അഴിമതി ആരോപണം ശക്തമായപ്പോൾ KM മാണിക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളിൽ കോൺഗ്രസ് നിലപാടെടുക്കണം, കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയെ പ്രതിരോധത്തിലാക്കിയ നേതാവിൻ്റെ പേര് VD സതീശൻ എന്ന് തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിനെ പല കാലത്തും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള, പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള നേതാവിൻ്റെ പേര് VD സതീശൻ എന്നാണ്. അപ്പോൾ VD സതീശൻ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുമ്പോൾ നിങ്ങൾ നോക്കൂ, തീരുമാനങ്ങൾ ഏകപക്ഷീയമായിട്ടാണ്, എല്ലാ തീരുമാനങ്ങളും ഏകപക്ഷീയമായിട്ടാണ്. ഇപ്പോൾ എക്സൈസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നയപരമായ തീരുമാനം തന്നെയാണ് അതിൻ്റെ നികുതി നിശ്ചയിക്കുക എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നത്തിൻ്റെ നികുതി നിങ്ങൾ കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ വില കുറയാൻ പോവുകയാണ്. അപ്പോൾ അത് വീര്യം കുറഞ്ഞ മദ്യമാകുമ്പോൾ അത് പുതിയ തലമുറയിലേക്കൊക്കെ തന്നെ വ്യാപിക്കാനുള്ള, പുതിയ ആളുകളിലേക്ക് മദ്യ ഉപഭോഗം കൂടാനുള്ള സാധ്യത പലരും ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ, ഇത് ഒരു നയമായി തന്നെ കണക്കാക്കണം. അതിൻ്റെ വകുപ്പ് മന്ത്രിയുമായി ഇക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തേണ്ടതായിരുന്നു. പക്ഷേ ആ ആശയവിനിമയം നടത്തിയിട്ടില്ല. അതാണല്ലോ ഇപ്പോൾ എക്സൈസ് മന്ത്രിയായ M ലിജുവിനുള്ള അതൃപ്തി എന്ന് പറയുന്നത്. ഈ അതൃപ്തി അറിയിക്കാൻ M ലിജു ഒരുപക്ഷെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു ഏകപക്ഷീയമായി തീരുമാനമുണ്ടാവുകയാണ്. അപ്പോൾ നികുതി നിശ്ചയിച്ചതിലായിക്കോട്ടെ, ഇപ്പോൾ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിക്കോട്ടെ, അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഇതാണ് എൻ്റെ നിലപാട്, അതായത് ഞങ്ങളുടെ നിലപാട് എന്നുള്ളതല്ല, എൻ്റെ നിലപാട് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ എത്ര കാലം ഈ സർക്കാരിന് മുന്നോട്ട് പോകാനാകും? അപ്പോൾ എത്ര കാലം VD സതീശന് ഇതുപോലെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, ഈ നിലയിലാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധി VD സതീശന് UDF-ൽ നേരിടേണ്ടി വരും, കോൺഗ്രസിനുള്ളിൽ തന്നെ നേരിടേണ്ടി വരും എന്നുള്ളതാണ്. ഇന്ന് KC വേണുഗോപാൽ ആ അർത്ഥത്തിൽ നൽകിയ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒരു നിസ്സാര മെസ്സേജ് അല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇന്നലെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതി കുറച്ച തീരുമാനം, നികുതി നിശ്ചയിച്ച തീരുമാനത്തിനെതിരെ ഇന്ന് പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആരൊക്കെയാണ്? കേരളത്തിൽ ഏതാണ്ട് എല്ലാ സാമുദായിക സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. സിറോ മലബാർ സഭ രംഗത്ത് വന്നിട്ടുണ്ട്, ഓർത്തഡോക്സ് സഭ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിം വിഭാഗങ്ങളിലെ നിരവധി സംഘടനകളും ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സർക്കാർ, ആ സർക്കാർ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനാകില്ല. ടീം യു ഡി എഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഇതാ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ഈ കേരളത്തെ നന്നാക്കാൻ പോകുന്നു, പുതിയ യുഗത്തിലേക്ക് നയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊരു നിലപാടിലേക്ക് എങ്ങനെയാണ് പോകാൻ കഴിയുക എന്നോ വലിയ ചോദ്യമുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് തീർച്ചയായും VD സതീശൻ മറുപടി പറയേണ്ടി വരും. ഈ നിലയിൽ VD സതീശനെ അധികകാലം മുന്നോട്ട് പോകാനാകില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ശരി. Meet the editors.